എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ബ്ലാക്ക് ബിയർഡ് അവനാണെങ്കിൽ അവന് കിട്ടിയ പുതിയ പവറുമായിട്ട് അട്ടഹസിക്കുകയാണ്. അവൻ വൈറ്റ് ബിയർഡിന്റെ ആ പവർ ഉപയോഗിച്ച് നിലത്താഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവരുടെ വലിയ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് അതിപ്പോ മുഴുവനായിട്ടും നിലം പൊത്തും. ആക്ച്വലി വൈറ്റ് ബിയർഡ് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ ബ്ലാക്ക് ബിയർഡ് അവൻ പൈററ്റ്സിനെയും നേവിയെയും ഒരുപോലെ പറ്റിച്ച് ക്രൂക്കളായി ചിന്തിച്ച് ഇപ്പൊ ഒറ്റയ്ക്ക് രാജാവായി മാറാൻ ശ്രമിക്കുകയാണ്. നേവിക്കാർ ഒരു സെക്കൻഡ് അവരുടെ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് അത് നോക്കും. കാരണം ഒരുപാട് വർഷങ്ങളായി ആ ഒരു വലിയ ഹെഡ്ക്വാർട്ടേഴ്സ് അത് അവിടെയുണ്ട്. നേവിക്കാരുടെ ഒരു അഭിമാനം അതാണ് ഇന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് തകർത്തെറിയപ്പെട്ടത്. ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ അവന്റെ സന്തോഷം അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അവനിപ്പോ അറിയില്ല. രണ്ട് പവറുകളാണ് അവനിപ്പോ ഒരുമിച്ച് ലഭിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ബിയർഡിന് ഇപ്പൊ അവന്റെ ബോഡിയിലുള്ള പവർ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ ചുറ്റും നോക്കും. പൈററ്റ്സും നേവിക്കാരും അങ്ങനെ എല്ലാവരും പകച്ചു നിൽക്കാണ്. അവനിപ്പോ പബ്ലിക്കായിട്ട് അവര് വെല്ലുവിളിക്കും. കമോൺ കമോൺ, നിങ്ങൾ എന്തിനാണ് നോക്കി നിൽക്കുന്നത്? വായു, എന്നോട് ഫൈറ്റ് ചെയ്യ്. ധൈര്യം ഉണ്ടെങ്കിൽ ഫൈറ്റ് തന്നെ തോൽപ്പിക്ക്. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും നേവിക്കാരെ കളിയാക്കും. അത് കണ്ട സെൻഗോക്കു അവൻ എടുത്ത് ചാടി വന്ന് ബ്ലാക്ക് ബിയർഡിനെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ അവൻ തെറിച്ചു പോവും. ബ്ലാക്ക് ബിയർഡും അവന്റെ ടീംസും അവരെല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. സെൻഗോക്കു ആണെങ്കിൽ നിലവിളിച്ച് പറയും, ഞങ്ങൾക്ക് പ്രധാനം ഈ നേവി ബിൽഡിങ്ങുകളോ ഞങ്ങളുടെ ബേസോ അല്ല. ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ സ്വത്തും അവരുടെ ജീവനും എന്നും സംരക്ഷണം കൊടുക്കുക എന്ന് മാത്രമാണ്. ബാഡ് ആയിട്ടുള്ള പവറുകൾക്ക് നേരെയാണ് ഞങ്ങളുടെ ഫൈറ്റ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ്. അത് ഇനിയും നീണ്ടു നിൽക്കും. അതിൽ നീയും ഇല്ലാതാവും. നേവി ഫോഴ്സ് ഇനി ഒന്നും നോക്കാനില്ല, ഇവർ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്ക്. അത് കേട്ട് സോൾജേഴ്സിനും ഇപ്പൊ എന്തെന്നില്ലാത്ത ഒരു വലിയൊരു പവർ കിട്ടും. അവരും അവരുടെ ആയുധങ്ങളൊക്കെ എടുത്ത് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞെടുക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ പൈററ്റ് ടീംസ് അവരാണെങ്കിൽ ഓൾമോസ്റ്റ് കപ്പലുകളിൽ കയറി കഴിഞ്ഞു. ഇനി കുറച്ച് പൈററ്റ്സുകൾ മാത്രമേ ആ കപ്പലിലേക്ക് കയറാൻ ബാക്കിയുള്ളൂ. അവരാണെങ്കിൽ കപ്പൽ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ആ നേവിക്കാരും ബ്ലാക്ക് ബിയർഡും അവർ തമ്മിലുള്ള വെല്ലുവിളിയും യുദ്ധമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പൈററ്റ്സ് ആണെങ്കിൽ ഓടി ഓടി ആ കപ്പലിൽ ക്ലോസ് എത്തുമ്പോഴേക്കും കിസറു അവന്റെ പവർ ഉപയോഗിച്ച് അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം അത് തകർക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് അക്കൈനോ ആണെങ്കിൽ ലൂഫിയെ ഇല്ലാതാക്കാൻ ഇപ്പൊ ജിംബയെ വെല്ലുവിളിച്ച് അവന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അവൻ ആദ്യം എനിസുമ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വാള് അത് കത്തിക്കരിക്കും. അതിനുശേഷം എനിസുമയെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. ഇവാനാണെങ്കിൽ അത് കണ്ട് അവന്റെ രക്തം തിളയ്ക്കും. അവന്റെ ലേസർ പവറൊക്കെ എടുത്ത് ചാടി വീണ് അക്കൈനോയെ പൊച്ചറം വെട്ടും. അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും അക്കൈനോ രക്ഷപ്പെടും. അവിടെ ഉണ്ടായിരുന്ന പാറകളാണെങ്കിൽ ലേസർ ലൈറ്റ് പവറിൽ അങ്ങനെ കഷ്ണം കഷ്ണമായി മുറിഞ്ഞു വീഴാൻ തുടങ്ങും. അക്കൈനോയ്ക്കാണെങ്കിൽ ഓൾറെഡി ഇവാനെ അറിയാം. അവൻ പറയും, നീ ആ റെവല്യൂഷണറി ആർമിയിലുള്ള ഒരു പൈററ്റ് അല്ലേ, നിന്റെ കയ്യിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും എന്റെ അടുത്ത് വിലപ്പോകില്ല. അവൻ കൈ ചുരുട്ടി ഇപ്പൊ ഇവാനെ ഇടിച്ച് തെറിപ്പിക്കും. ആ ഒരു ഇടിയില് നമ്മുടെ ഇവാന്റെ ഫേസ് മാസ്ക് അത് കത്തിപ്പോവും. അവൻ ആ മാസ്ക് ഊരി കാണിക്കും, എന്റെ മുഖത്തിന് ഒന്നും പറ്റിയില്ല, അയ്യോ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുമ്പോഴായിരിക്കും അവന് ചുറ്റും ഇപ്പൊ തീ കത്തിയെരിയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ആ നേവിക്കാരും പൈററ്റ്സും അവരാണെങ്കിൽ മണിക്കൂറുകളായിട്ട് പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. എൽമപ്പോയും കണ്ണാടി പയ്യനും അവർ രണ്ടുപേരും മാത്രം ഈ യുദ്ധങ്ങൾക്കെല്ലാം സാക്ഷിയായി ദൂരത്തങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അക്കൈനോ ആണെങ്കിൽ ഇപ്പൊ ജിംബയുടെ പിന്നാലെ ഓടുകയാണ്. ജിംബയ്ക്ക് എങ്ങനെയെങ്കിലും ആ കടലിന്റെ അടുത്ത് അവിടെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി. അവിടെ എത്തിക്കിട്ടിയ അവനെ കൊണ്ട് രക്ഷപ്പെടാനാവും. ജിംബൈ ഓൾമോസ്റ്റ് ആ കടലിന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ അവക്കിജി അവൻ ഓൾറെഡി അവിടെ മുഴുവൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കണ്ട ജിംബൈ ആണെങ്കിൽ മുകളിലേക്ക് എടുത്തു ചാടി ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. അവന്റെ തൊട്ടു പിന്നാലെ അക്കൈനോയും അങ്ങനെ ഫ്ലൈ ചെയ്ത് അവനെ ഫോളോ ചെയ്യാണ്. അവൻ അങ്ങനെ ഫുൾ സ്പീഡിൽ വന്ന് ഇപ്പൊ ജിംബയുടെ ബോഡിയിൽ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയില് ലാവ അത് ജിംബയുടെ ബോഡിയിലൂടെ അങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. ആ ഒരു ഇടിയില് ഇപ്പൊ ജിംബൈ അവൻ എവിടേക്കോ പോവും. ലൂഫിയുടെ ക്യാപ്പ് അതങ്ങനെ കറങ്ങി കറങ്ങി താഴെ വന്ന് വീഴുകയാണ്. ജിംബൈ ആണെങ്കിൽ വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിച്ച് കരയും. അവൻ ലൂഫിയെ ശ്രദ്ധിക്കും. അവന്റെ ബോഡിയിലും ലാവ അത് അവിടെ ഇവിടെയായിട്ട് വീണിട്ടുണ്ട്. അത് കാണുമ്പോ അവന്റെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. അവന്റെ ബോഡിയിൽ സംഭവിച്ചത് അവൻ കാര്യമൊക്കെ എടുക്കാതെ എങ്ങനെയെങ്കിലും ലൂഫിയെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ശ്രമിക്കാൻ തുടങ്ങും. ജിംബയും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പൊ അടിച്ച് താഴെ വീഴും. അക്കൈനോ വീണ്ടും ഇപ്പൊ ജിംബയുടെ അടുത്തേക്ക് വരും. ജിംബൈ, നിനക്കിനിയും എന്നോട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ? മര്യാദയ്ക്ക് അവനെ ആ ലൂഫിയെ അവനെ എനിക്ക് വിട്ടു തരുന്നതാണ് നിനക്ക് നല്ലത്. ഉടനെ ജിംബൈ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കും. ലൂഫിയുടെ ബോഡിയിൽ ആ ലാവയൊക്കെ വീണ് അങ്ങനെ കത്തി എരിഞ്ഞ്
പുകയൊക്കെ പുറത്തേക്ക് വരാണ്. ജിംബ ഇപ്പോ അവനോട് സോറി പറയും. ലൂഫി, ഐ എം റിയലി സോറി. ഞാനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ എന്നെ കൊണ്ടും അതിന് കഴിയില്ല. കെയ്നോ ആണെങ്കിൽ കൈ നിറയെ ആ ലാവ പവറുമായിട്ട് ജിംബയുടെ അടുത്തേക്ക് വരും. ജിംബൈ അവൻ ലൂഫിയെ പിടിച്ചു വലിച്ച് നിരങ്ങി മുൻപോട്ടേക്ക് പോവാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും ജിംബൈ അവന്റെ ബോഡിയിലെ ആ മുറിവ് കാണുക. അക്കൈനോയുടെ അറ്റാക്കില് അവന്റെ ബോഡിയിൽ ഇപ്പൊ വലിയൊരു ദ്വാരം തന്നെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അക്കൈനോയ്ക്ക് അതുകൊണ്ട് അത്ഭുതം തോന്നും. നിന്റെ ബോഡിയിൽ ഇത്രയും പരുക്ക് പറ്റിയിട്ടും നീ വീണ്ടും ലൂഫിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ? അക്കൈനോ തറപ്പിച്ചു പറയും, ലൂഫി അവൻ മരിക്കാൻ പോവാണ്, നിനക്കും അവനും ഈ രക്ഷയില്ല. അത് കേട്ട് ജിംബൈ ഇപ്പൊ അവനെ നോക്കി മുരയ്ക്കും. അതിനുശേഷം അവസാനമായിട്ട് എയ്സ് പറഞ്ഞ കാര്യം അത് തന്നെ വീണ്ടും അവൻ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇൻ കേസ് ഞാൻ കൊല്ലപ്പെട്ട എന്റെ ബ്രദർ ലൂഫിയെ അവനെ നീ പ്രൊട്ടക്ട് ചെയ്യണം. അവനെ ഞാൻ നിനക്ക് വിട്ടു തരാണ്. എന്തൊക്കെ സംഭവിച്ചാലും എയ്സിനോടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം എന്ന് പറഞ്ഞ് ജിംബൈ ആണെങ്കിൽ ലൂഫിയെ വീണ്ടും അവന്റെ മാറോട് അടക്കി പിടിക്കും. അക്കൈനോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ വീണ്ടും അവന്റെ വോൾക്കാനോ പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ കൈ നീട്ടും. അടുത്ത നിമിഷം വീഴാണ് വലിയൊരു സാൻഡ് അറ്റാക്ക് അവന് നേർക്ക്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ക്രൊക്കഡൈല്. അടുത്ത നിമിഷം ക്രൊക്കഡൈല് അവനിപ്പോ ഒരു ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇപ്പോ ജിംബയെയും ലൂഫിയെയും എടുത്തെറിയാണ്. ക്രൊക്കഡൈൽ ജിംബയോട് പറയും, നീ ആരെയാണോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവനെ രക്ഷിക്ക്. അത് കണ്ട് ബാക്കി പൈലറ്റുകൾക്കും ഇപ്പൊ ഒരുപാട് അത്ഭുതം തോന്നും. അക്കൈനോയ്ക്കാണെങ്കിൽ അത് കണ്ട് കലി കയറും. കട്ട് ചെയ്ത നമ്മുടെ ബഗ്ഗി അവൻ ഇപ്പോഴും വലിയ വിഷമത്തിലാണ്. ഞാൻ ലാസ്റ്റ് ടൈം എല്ലാം തകർത്തില്ലാതാക്കി, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഓക്കിലൂടെയും വായിലൂടെയും കണ്ണിലൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴുക്കി അങ്ങനെ ഒരു സൈഡിൽ നിൽക്കും. അപ്പോഴായിരിക്കും ബഗ്ഗി എന്തോ ഒന്ന് പറന്നു വരുന്നത് കാണുക. അവൻ കറക്റ്റ് ആയിട്ട് അതിനെ ക്യാച്ച് ചെയ്യും. അത് മറ്റാരുമല്ല, ജിംബയും നമ്മുടെ ലൂഫിയും. ബഗ്ഗിയുടെ അസിസ്റ്റൻസ് പൈലറ്റ് അവര് കറക്റ്റ് ആയിട്ട് കാണുക ബഗ്ഗി ജിംബൈനെയും ലൂഫിയെയും കയ്യിൽ സേഫ് ആയിട്ട് പിടിച്ചിരിക്കുന്നത്. അവര് പരസ്പരം പറയും, നമ്മുടെ മാസ്റ്റർ അദ്ദേഹം നമ്മൾ കരുതിയതിനും അപ്പുറമാണ്. ഇവരെ രണ്ടുപേരെ സേവ് ചെയ്യാനാണ് നമ്മളെപ്പോലെ ഉപേക്ഷിച്ച് അദ്ദേഹം ഇവിടേക്ക് വന്നത്. അതേസമയം ഇവിടെ ബഗ്ഗിക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവനിപ്പോ ജിംബയോടും ലൂഫിയോടും ചോദിക്കും, നിങ്ങൾക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായേ? അവനത് ചോദിക്കും. പക്ഷെ അവരുടെ രണ്ടുപേരുടെ അടുത്തു നിന്നും യാതൊരു മറുപടി ഉണ്ടാവില്ല. അപ്പൊ അവന്റെ തൊട്ടു പിന്നിലായിട്ട് നല്ല രീതിയിൽ അവന് ചൂട് അനുഭവപ്പെടും. അവൻ പുറകിലേക്ക് നോക്കും. അക്കൈനോയുടെ അവന്റെ ലാവ കത്തി ജ്വലിക്കുന്ന കൈ അതിപ്പോ അവന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബഗ്ഗി അത് കണ്ട് ഓ നോ എന്ന് നിലവിളിച്ച് ജിംബയെയും ലൂഫിയും കൊണ്ട് മുൻപോട്ടേക്ക് പോവാണ്. ജിംബൈ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എത്രയും പെട്ടെന്ന് ലൂഫിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. സോ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ അടുത്തെത്തിക്കാൻ പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ വൈറ്റ് ബിയർഡിന്റെ കമാൻഡേഴ്സ് അവരെല്ലാവരും ചേർന്ന് അക്കൈനോയെ ഒരു ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്യാണ്. കാരണം ലൂഫിയുടെ എഫേർട്ടും വൈറ്റ് ബിയർഡിനും എയ്സിനും അവനോടുള്ള സ്നേഹവും ബഹുമാനവും അവർ കണ്ടതാണ്. ഇവിടെ ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ ജിംബയോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. പക്ഷെ ജിംബയ്ക്ക് ഓൾറെഡി അവന്റെ ബോധം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അടുത്ത നിമിഷം ഇവിടെ ക്രൊക്കഡൈലും അക്കൈനോയും അവർ രണ്ടുപേരും ഏറ്റുമുട്ടും. ഇവിടെയാണെങ്കിൽ സെൻഗോക്കും ബ്ലാക്ക് ബിയർഡും അവർ മണിക്കൂറുകളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ കടലിന്റെ അടിഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു കപ്പല് അതിപ്പോ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് വരാണ്. അടുത്ത നിമിഷം ആ കപ്പല് ഇപ്പോ കടലിന് മുകളിലേക്ക് വരും. കപ്പലിലുള്ള ആരോ ഒരാൾ പുറത്തേക്ക് വന്ന് നിലവിളിച്ച് പറയും, ലൂഫി അവൻ ഇവിടേക്ക് കൊണ്ടുപോയോ? ആക്ച്വലി ലൂഫി ഞാനും ശത്രുക്കളാണ്, പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് അവനെ കൈവിടാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആ കപ്പലിൽ വന്നയാളെ കാണിക്കും. അത് മറ്റാരുമല്ല, ട്രഫാൽഗറിലോ ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയും എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.